ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സമ്മറി സ്പോട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തേർഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പറായ അപ്രീഷിയേറ്റിംഗ് പ്രോസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാംസ് ഒന്നും മുൻപ് കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മളടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അടുക്കാം അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 80 മാർക്സ് ആണ് മാക്സിമം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷന് ഷോർട്ട് ആൻസർ ടൈപ്പ്, രണ്ടാമത്തെ സെക്ഷന് പാരഗ്രാഫ് ടൈപ്പ്, മൂന്നാമത്തെ സെക്ഷന് എസ്സേ ടൈപ്പ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സീലിംഗ് മാർക്കാണ്. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സീലിംഗ് മാർക്ക് വരുന്നത് 25 മാർക്സ് ആണ്. അപ്പോൾ അതിനർത്ഥം ആ ഒരു സെക്ഷനിൽ മാക്സിമം 25 മാർക്സേ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പം 13 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഒരു ഉറപ്പില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് എന്തായാലും 15 ക്വസ്റ്റ്യൻസും ആ ഒരു സെക്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഷോർട്ട് ആൻസർ അല്ലേ, അത്ര ടൈമൊന്നും പോകില്ലല്ലോ അതിന്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ നോക്കുക. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. അപ്പം അതിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7 ക്വസ്റ്റ്യൻ്റെ ആൻസർ പെർഫെക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആ സീലിംഗ് മാർക്ക് അവിടെ 35 മാർക്സ് ആണ്. അത് ഫുൾ മാർക്ക് കിട്ടും. അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും 8 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാം എന്തായാലും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ആ ഒരു പോർഷനെ പറ്റി അറിയുള്ളെങ്കിലും അത് അറ്റൻഡ് ചെയ്തിടാം. പിന്നെ മൂന്നാമത്തെ സെക്ഷൻ ആണെങ്കിലോ റൈറ്റ് എസ്സേസ് ഓൺ എനി 2 ഓഫ് ദ ഫോളോവിങ്. 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും 2 എസ്സേ എഴുതിയാൽ മതി. ഇവിടെ സീലിംഗ് മാർക്കല്ല, ഓരോ എസ്സേക്കും 10 മാർക്സ് ഈച്ച് ആണ്. അപ്പം അവിടെ 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ 2 എണ്ണം കൂടുതൽ അറിയാവുന്ന 2 എണ്ണം മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പം എസ്സേയിൽ മാത്രം ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം, ആൻസേഴ്സിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെൻറ്റൻസസ്. അപ്പം ഓരോന്നും 2 മാർക്ക്, 2-3 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാനുള്ള ഷോർട്ട് ആൻസർ. സോ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോവൽ ആൻഡ് എ ഷോർട്ട് സ്റ്റോറി? ഒരു നോവലും ഷോർട്ട് സ്റ്റോറിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ? ഷോർട്ട് സ്റ്റോറി സ്മോളർ ആയിരിക്കും. ഷോർട്ട് സ്റ്റോറീൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കും നോവലിൽ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, കുറച്ചുകൂടെ ഈവൻറ്റ്സ് ഉണ്ടാവും. അപ്പം അത് ഇങ്ങനെ എഴുതാം. എ ഷോർട്ട് സ്റ്റോറി ഇസ് എ പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ ദാറ്റ് ഫോക്കസ് ഓൺ ഇവോക്കിംഗ് എ സിംഗിൾ മൂഡ് ഓർ ആൻ ഈവൻറ്റ്. ഇറ്റ് ഈസ് യൂഷ്വലി ഷോർട്ടർ ദാൻ എ നോവൽ ആൻഡ് ഡീൽസ് വിത്ത് ഫ്യൂ ക്യാരക്ടേഴ്സ്. ദ നോവൽ ഇസ് ആൻ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി. അപ്പം വളരെ ഷോർട്ടായിട്ട് ഇങ്ങനെ ഒരു 2 സെൻറ്റൻസിൽ ആൻസർ ചെയ്താൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്രോസ്? പ്രോസിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രോസ് ഒരു റൈറ്റർ യൂസ് ചെയ്യുന്നത് അയാൾക്ക് റീഡറിൻ്റെ അടുത്ത് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കൺവേ ചെയ്യാനുള്ളപ്പോഴാണ്. പ്രോസ് ഈസ് യൂസ്ഡ് വെൻ ദ റൈറ്റർ വാണ്ട്സ് ടു ടെൽ എ സ്റ്റോറി ഇൻ എ സ്ട്രെയിറ്റ് ഫോർവേഡ് മാനർ ഓർ ടു കൺവേ എൻ ഐഡിയ ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ റൈറ്റർ വാണ്ട്സ് ദ റൈറ്റിംഗ് ടു റിസംബിൾ എവ്രിഡേ സ്പീച്ച്. അപ്പം സാധാരണ എവ്രിഡേ സ്പീച്ചിൻ്റെ പോലെ വളരെ സിമ്പിളായിട്ട് റീഡർക്ക് കാര്യങ്ങൾ കൺവേ ചെയ്ത് കൊടുക്കാനാണ് പ്രോസ് യൂസ് ചെയ്യുന്നത്. അതാണ് പ്രോസിൻ്റെ മെയിൻ ഫങ്ഷൻ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ യൂസസ് ഓഫ് സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ബേക്കൺ? അപ്പം ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു പ്രോസ്, നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് സെക്ഷൻ എന്നാണ്. ഈ തേർഡ് ക്വസ്റ്റ്യന് ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന്. അപ്പോൾ അതിൽ സ്റ്റഡീസിൻ്റെ യൂസസ് എന്തൊക്കെയാണ് അക്കോർഡിംഗ് ടു ബേക്കൺ? സ്റ്റഡി ഒരു പ്ലെഷറാണ്, ഒരു ഓർണമെൻ്റ് ആണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്റ്റഡി ഈസ് ഫോർ പ്ലെഷർ ആൻഡ് ഫോർ ഓർണമെൻറ്റ്. പിന്നെ അത് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള എബിലിറ്റി തരും. ഒരുപാട് സ്റ്റഡീസിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഒരു ഗുഡ് കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. സോ സ്റ്റഡി ഈസ് ഫോർ പ്ലെഷർ ആൻഡ് ഫോർ ഓർണമെൻറ്റ്. ഇറ്റ് ഓൾസോ ഗിവ്സ് ദ എബിലിറ്റി ടു ജഡ്ജ് ആൻഡ് ഹെൽപ്പ് us arrive at good conclusions. ഈ അപ്രീഷിയേറ്റിംഗ് പ്രോസിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ വേറെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇനിയും ആ ചാപ്റ്റേഴ്സ് ഒന്നും നോക്കാത്തവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ എങ്കിലും കണ്ടിട്ട് പോവുക. അപ്പം ആ ഒരു
ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ മീനിങ് വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മലയാളം എക്സ്പ്ലനേഷനും ഉണ്ട്, ഇംഗ്ലീഷ് എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും ഐ തിങ്ക്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചീഫ് ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എസ്സേസ്? ഫോർമൽ എസ്സേസും ഇൻഫോർമൽ എസ്സേസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇതും ഇൻട്രൊഡക്ഷൻ ടു പ്രോസ് എന്ന പോർഷനിൽ വരുന്നതാണ്. അപ്പം ഫോർമൽ എസ്സേസ് എന്ന് പറയുന്നത് എന്താ? അതൊന്ന് ഫോർമൽ ആയിരിക്കും, ഒരു സീരിയസ് പേർപ്പസ് ആയിരിക്കും അതിനുണ്ടാവുക, അതിനൊരു സ്പെസിഫിക് ലോജിക്കൽ ഓർഗനൈസേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇൻഫോർമൽ എസ്സേസ് ആണെങ്കിൽ ഒന്നും കൂടെ ഒരു പേഴ്സണൽ ടച്ചുള്ള എസ്സേസ് ആയിരിക്കും, കുറച്ചുകൂടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസുകളും ടേസ്റ്റുകളൊക്കെ അതിലുണ്ടാവും, കുറച്ചുകൂടെ ഒരു ഹ്യൂമറസ് ഒക്കെ ആയിരിക്കും. അപ്പം ഫോർമൽ എസ്സേസ് ആർ ഇംപേഴ്സണൽ എസ്സേസ് characterized by serious purpose, dignity, and logical organization. Informal essays are personal essays that contain personal elements such as self-revelation, individual taste and experience, humor, and graceful style. Okay, അപ്പോൾ ഇനി 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. When did John, the boy in Dream Children, smile as much as to say that would be foolish indeed? ഡ്രീം ചിൽഡ്രനിലെ ബോയ് ജോൺ എപ്പോഴാണ് സ്മൈൽ ചെയ്തത്? ദാറ്റ് വുഡ് ബി ഫൂളിഷ് ഇൻഡീഡ് എന്ന രീതിയിൽ, അതൊരു ഫൂളിഷ്നെസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ സ്മൈൽ ചെയ്തത് എപ്പോഴാ ആ ഒരു നോർഫോക്കിലുള്ള ഗ്രേറ്റ് ഓൾഡ് ഹൗസിലെ പഴയ സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് അതിൻ്റെ ഓണർ മാറ്റിയ കാര്യം ചാൾസ് ലാംബ് അല്ലെങ്കിൽ ഏലിയ പറയുന്ന സമയത്ത് ആണ് ജോണ് അങ്ങനെ ഒരു സ്മൈല് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഡ്രീം ചിൽഡ്രൻ എ റിവറി ബൈ ചാൾസ് ലാംബ് എന്ന ചാപ്റ്ററിന് വരുന്നതാണിത്. അപ്പോൾ അതിൽ ജോണ് ഇങ്ങനെ ദാറ്റ് വുഡ് ബി ഫൂളിഷ് ഇൻഡീഡ് എന്ന രീതിയിൽ സ്മൈൽ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. He did that when Lamb said that the old ornaments of the great old house of Norfolk was taken to the owner's new house, and Lamb compares it to carrying tomes of Abbey and placing it in drawing room. അപ്പോൾ ലാംബ് അതിന് ഒരു കമ്പാരിസൺ കൊടുക്കുന്നുണ്ട്. വെസ്റ്റ്മിനിസ്റ്റർ അബ്ബേ പോയറ്റ്സിനെ അടക്കം ചെയ്ത സ്ഥലമാണ്. അപ്പം ഈ വെസ്റ്റ്മിനിസ്റ്റർ അബ്ബേയിലെ പഴയ ടോംസ് ഒക്കെ എടുത്തിട്ട് ഡ്രോയിങ് റൂമിൽ കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് പഴയ വീട്ടിലെ പഴയ സാധനങ്ങൾ പുതിയൊരു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്ന് റൈറ്റർ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ജോൺ അങ്ങനെ സ്മൈൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വേർഡ്സിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എക്സാമിന്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why, according to Chesterton, the small boys do not complain of being trapped in a railway station? ഇത് ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് എന്ന ചാപ്റ്ററിലേതാണ്. അപ്പം സ്മോൾ ബോയ്സ്, ചെറിയ കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രാപ്പായി പോയാൽ, ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നാൽ അവർക്കതിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, അവർക്ക് ആ ടൈം അവിടെ പോകും. അത് എന്തുകൊണ്ടാണെന്ന്. പ്രായമായവർക്ക് അവർക്ക് ഒരുപാട് ടൈം പോകുന്നത് പോലെ ബോറടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിന് റീസണായിട്ട് റൈറ്റർ പറയുന്നത് സ്മോൾ ബോയ്സിന് ആ ട്രെയിനിൽ ഒരുപാട് വണ്ടേഴ്സ് കാണാനുണ്ടാവും. ആ റെയിൽവേ സ്റ്റേഷനിൽ അവർക്ക് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും പുതിയൊരു മൂണും സണ്ണും ഒക്കെ പോലെയാണ് തോന്നുക എന്നൊക്കെ പറയുന്നുണ്ട്. So small boys trapped inside a station due to delayed train would make up most of the situation. To them, a railway station is a cavern of wonder or a place of poetical pleasures. To them, the red light and the green light on the signal are like a new sun and a new moon. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. Why did Camus feel shocks and inner turmoil on knowing about the Nobel Prize to be given to him? അപ്പോൾ അത് നോബൽ അക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ ആൽബർട്ട് കാമസ് എന്ന ചാപ്റ്ററിലേതാണ്. അതിൽ ആൽബർട്ട് കാമസിന് നോബൽ പ്രൈസ് കിട്ടുമ്പം അദ്ദേഹം ആകെ ഷോക്കാവാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആകെ അമ്പരപ്പ് വരികയാണ്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരിക്കലും അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം സ്വയം പറയുകയാണ് അദ്ദേഹത്തിന് അതിനുള്ള അർഹത ഒന്നുമില്ല, മറ്റൊരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എലിജിബിൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട് യൂറോപ്പിൽ, അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, അദ്ദേഹം വളർന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ കാമസ് സേസ് ദ അവാർഡ് ഈസ് ബിയോണ്ട് ഹിസ് മെറിറ്റ്സ്. ഹീ ഈസ് യങ് റിച്ച് ഓൺലി ഇൻ ഡൗട്ട്സ്. അദ്ദേഹം യങ് ആണ്, ഒരുപാട് ഡൗട്ട്സ് അദ്ദേഹത്തിനുണ്ട്. റിച്ച് ഇൻ ഡൗട്ട്സ് എന്ന് പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
His works are still in progress, lives in the loneliness of work, but suddenly in the center of attraction. അപ്പം ആ ഒരു വർക്കിൻ്റെ ലോൺലിനെസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നോബൽ പ്രൈസ് കിട്ടിയപ്പം ആ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുകയാണ്. സോ ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന് ഷോക്ക് ആൻഡ് ഇന്നർ ടെർമോയിൽ ഉണ്ടാവുന്നത്. ഇന്നർ ടെർമോയിൽ എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാവുന്ന ഒരു അസ്വസ്ഥത. അപ്പം ടു accept the honor is difficult because there are other more eligible writers in Europe and his own native country is in trouble. So he felt shock and inner turmoil. In next question, 8th question, why does Camus say that the true artists scorn nothing and they are obliged to understand rather than to judge? അപ്പോൾ ഇതും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് ഒന്നിനെയും സ്കോൺ ചെയ്യുന്നില്ല, ഒന്നിനും ഒരു പുച്ഛത്തോടു കൂടി നോക്കൂല, എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എല്ലാത്തിനെയും ജഡ്ജ് ചെയ്യുന്നതിന് പകരം എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എല്ലാവരിലെയും ഒരാളായി മാറുകയാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്യാമസ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനിങ്ങനെ എഴുതാം, എ പേഴ്സൺ ചൂസസ് ടു ബി ആൻ ആർട്ടിസ്റ്റ് ഓൺലി ടു ബി എ ഡിഫറെൻറ്റ് മാൻ, ബട്ട് ഹി കനോട്ട് മെയിൻറ്റെയിൻ ഹിസ് ആർട്ട് അൺലെസ് ഹീ ഈസ് വൺ വിത്ത് അതേഴ്സ്. That is why the true artist scorns nothing. He is obliged to understand, not judge. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഒരു ഡിഫറെൻറ്റ് ആളാവണം എന്ന രീതിയിലാണ് ആർട്ട് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എല്ലാവരിലെയും ഒരാളായാലേ അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റൂ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9th question. What is the main theme of much of her writings according to അരുന്ധതി റോയ്? അപ്പോൾ അരുന്ധതി റോയിൻ്റെ റൈറ്റിങ്സിൻ്റെ ഒക്കെ തീം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് കം സെപ്റ്റംബർ എന്ന ചാപ്റ്ററിലേതാണ്. അപ്പോൾ അതിൽ അരുന്ധതി റോയ് പറയുന്നുണ്ട്, ഫിക്ഷനും നോൺ ഫിക്ഷനും എഴുതുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഫിക്ഷന് എഴുതാൻ അവർക്ക് ഈസിയാണ്, പക്ഷെ നോൺ ഫിക്ഷൻ അവർക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത്. ഏതായാലും ഫിക്ഷൻ ആണെങ്കിലും നോൺ ഫിക്ഷൻ ആണെങ്കിലും പവർ ആൻഡ് പവർലെസ്നെസ് ആയിരുന്നു അവരുടെ വർക്ക്സിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. പവറും പവർലെസ്സും തമ്മിലുള്ള റിലേഷൻ, പവറുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ റൈറ്റിങ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അതിങ്ങനെ എഴുതാം, ഷീ സേസ് ദാറ്റ് ഷീ ക്യാൻ റൈറ്റ് ഫിക്ഷൻ ഈസിലി ആൻഡ് നോൺ ഫിക്ഷൻ ഷുഡ് ബി ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് ഹർ. Whatever, the main theme of much of her writings are the relation between power and powerlessness. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th question. What, according to Mrs. Roy, were the ostensible or false claims that the US had made to support the Afghan war and how do they prove to be meaningless? അഫ്ഗാൻ വാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് US എന്ത് ഫോൾസ് ക്ലെയിം ആണ് നടത്തിയത് എന്നാണ് മിസ്സസ് റോയ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫോൾസ് ക്ലെയിം മീനിങ്ലെസ് ആവുന്നതെന്നും എഴുതണം. US അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് അവർക്ക് ഒസാമ ബിൻ ലാദനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന പേരിലാണ്. പക്ഷേ ആക്ച്വലി അവർക്ക് അതല്ലായിരുന്നു അവരുടെ ഉദ്ദേശം, അതുമാത്രമായിരുന്നില്ല അവരുടെ റീസൺ. അപ്പോൾ അതിനുശേഷം അവർ വുമൻസിൻ്റെ എംപവർമെൻറ്റിനും വേണ്ടിയിട്ട് ആണ് അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നാക്കി. അവരെ ബുർക്കയിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരിക, അവരെ മോചിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ നമ്മളെ അരുന്ധതി റോയ് പറയുകയാണ്, അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് മിഷനാണ് US ഉണ്ടായിരുന്നത് എങ്കിൽ അവരാദ്യം യുദ്ധം ചെയ്യേണ്ടത് സൗദി അറേബ്യക്കെതിരെ ആയിരുന്നു. ഇവരുടെ മിലിറ്ററി ഓപ്പറേഷൻസിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് സൗദി അറേബ്യ. അവിടെയും വുമൻസിൻ്റെ സിറ്റുവേഷൻ അതൊക്കെയാണ്. അപ്പം ആ ഒരു കൺട്രിയോടായിരുന്നു ഇവർ അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ഫേക്ക് അജണ്ട ആണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, She brings into light the fake agenda behind the US war against Afghanistan and shares her thoughts on how it actually began in the pretense of capturing Osama bin Laden and then turned into a pretense of liberating Afghan women from their burqas. Roy points out that if the US actually had a feminist mission on their minds, then why haven't they bothered about raising a war against Saudi Arabia, which is the country who supports them in their military operations? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why does Pico Iyer argue that the punctuation marks are the road signs placed along the highway of our communication? ഇത് ഇൻ പ്രൈസ് ഓഫ് ദ ഹംബിൾ കോമ എന്ന ചാപ്റ്ററിലേതാണ്. അതിൽ റൈറ്റർ പിക്കോ അയ്യർ പറയുന്നുണ്ട്, പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത് നമ്മൾ ഹൈവേയിൽ വെച്ച റോഡിൽ വെച്ച സൈൻ ബോർഡ്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണെന്ന്. റോഡിൽ വെച്ച് സൈൻ ബോർഡ്സ് കാണുമ്പോൾ നമുക്ക് സ്പീഡ് റെഡ്യൂസ് ചെയ്യാനും സ്പീഡ് കൂട്ടാനും നമുക്ക് റൈറ്റ് ചെയ്യാനും ലെഫ്റ്റ് ചെയ്യാനുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സൈൻ ബോർഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സും
അതുപോലെയാണെന്ന് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് ഇൻ പ്രൈസ് ഓഫ് ഹംബിൾ കോമയിൽ. പിന്നെ ട്രാഫിക്കിൽ ഉണ്ടാവുന്ന റെഡ് ലൈറ്റ്, യെല്ലോ ലൈറ്റ് അതിനെയൊക്കെ ഫുൾ സ്റ്റോപ്പിനോടും കോമയോടും ഒക്കെ ഉപമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. പങ്ക്ച്വേഷൻ മാർക്സ് ആർ ദ റോഡ് സൈൻസ് പ്ലേസ്ഡ് അലോങ് ദ ഹൈവേ ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ടു കൺട്രോൾ സ്പീഡ്സ്, പ്രൊവൈഡ് ഡയറക്ഷൻസ് ആൻഡ് പ്രിവെൻറ്റ് ഹെഡ് ഓൺ കൊളീഷൻസ്. അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനും കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ പങ്ക്ച്വേഷൻ മാർക്സ് അങ്ങനെ യൂസ് ചെയ്യാന്ന്. എന്നിട്ട് എ പീരിയഡ് ഇസ് ലൈക്ക് ദ റെഡ് ലൈറ്റ്. പീരിയഡ് എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ്. അതൊരു റെഡ് ലൈറ്റിനെ പോലെയാണ്. സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണല്ലോ, സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണല്ലോ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. അപ്പോൾ അത് റെഡ് ലൈറ്റിനെ പോലെയാണ്. പിന്നെ കോമ ഇസ് എ ഫ്ലാഷിങ് യെല്ലോ ലൈറ്റ് ദാറ്റ് ആസ്ക് അസ് ഓൺലി ടു സ്ലോ ഡൗൺ, ആൻഡ് സെമികോളൻ ഇസ് എ സ്റ്റോപ്പ് സൈൻ ദാറ്റ് ടെൽസ് അസ് ടു ഈസ് ഗ്രാജുവലി ടു ഹാൾട്ട് ബിഫോർ ഗ്രാജുവലി സ്റ്റാർട്ടിങ് അപ്പ് അഗെയിൻ. അപ്പോൾ കോമ അതുപോലെ യെല്ലോ ലൈറ്റിനെ പോലെയാണ്. അപ്പോൾ സെമികോളൻ ആണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ പങ്ക്ച്വേഷൻ മാർക്സിനൊക്കെ റോഡ് സൈൻസിനോട് കമ്പയർ ചെയ്യാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ജീൻ വാൽജീൻ ഡിസൈഡ് ടു ഫോർഗിവ് ജാവേർട്ട്? അപ്പോൾ ഇത് ഉഷാജ് യേശുദാസിൻ്റെ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന ചാപ്റ്ററിലേതാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും ഇതൊന്നും ഈ ലെസൺസ് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തോന്നും കേട്ടോ. അപ്പം ഇനി കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. വൈ ഡസ് ജീൻ വാൽജീൻ ഡിസൈഡ് ടു ഫോർഗിവ് ജാവേർട്ട്? ജീൻ വാൽജീൻ എങ്ങനെയാണ് ജാവേർട്ടിന് ഫോർഗിവ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളത്. ജാവേർട്ടിനെ കൊല്ലാൻ വേണ്ടി കിട്ടിയിട്ടും ജീൻ വാൽജീൻ വെറുതെ വിടുകയാണ്. അത് ഒരിക്കലും അദ്ദേഹത്തിനോട് ജീൻ വാൽജീനോട് ആ ബിഷപ്പ് കാണിച്ച ഒരു കാരുണ്യം, ഒരു മേഴ്സി കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ബിഹേവിയർ ഉണ്ടാവുന്നത്, ഫോർഗീവ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുന്നത്. സോ ജീൻ വാൽജീൻ റിമെമ്പേർഡ് ബിഷപ്സ് മേഴ്സി ഓൺ ഹിം ആൻഡ് ഡിസൈഡഡ് ടു ഫോർഗീവ് ജാവേർട്ട്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വേർഡ് ഹിരോഷിമ? ഇത് മാസ്റ്റർ ജിനോദിൻ്റെ ദ ഫസ്റ്റ് ആറ്റം ബോംബ് എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഹിരോഷിമയുടെ അർത്ഥം ദ ബ്രോഡ് ഐലൻഡ് എന്നാണ്. ഇനി 14th ക്വസ്റ്റ്യൻ. വൈ വാസ് May 24 സെലിബ്രേറ്റഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനി ഓഫ് നൈജീരിയ? May 24 അവർ ബ്രിട്ടീഷ് കോളനി ഓഫ് നൈജീരിയ ക്രിസ്മസും ഈസ്റ്ററും എംപയർ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡിലെ ക്വസ്റ്റ്യനാണ് ഇത്. അപ്പം അതിൽ പറയുന്നുണ്ട്. ഇനി 15th ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ചാൾസ് ലാം ടെൽ ഹിസ് ഡ്രീം ചിൽഡ്രൻ അബൌട്ട് ദ ഫ്യൂണറൽ ഓഫ് ഗ്രാൻഡ് മദർ ഫീൽഡ്? ചാൾസ് ലാംബ് അദ്ദേഹത്തിൻ്റെ ഡ്രീം ചിൽഡ്രൻ്റെ അടുത്ത് ആ ഗ്രാൻഡ് മദറിൻ്റെ ഫ്യൂണറലിനെ പറ്റി എന്താ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ആ ഒരു ഗ്രാൻഡ് മദർ ഒരു റിലീജിയസ് ആളായിരുന്നു, കുറേ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നിരുന്നു എന്ന്. അപ്പം സിൻസ് ഷീ വാസ് എ വെരി റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പേഴ്സൺ ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ് അറ്റൻഡിങ് ഹെർ ഫ്യൂണറൽ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് 15 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും ടച്ച് ചെയ്തിട്ടുണ്ട്. 1-2 ചാപ്റ്റേഴ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്തായാലും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങളുടെ വേർഡ്സിൽ എന്തായാലും അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ ഫോർ യു, പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.